ഓണം വിപണി മുന്നിൽ കണ്ട വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം 35 മൈൽ ബോയ്സ് എസ്റ്റേറ്റ് അമ്പലഭാഗത്ത് ബന്ദിപ്പൂ കൃഷി ചെയ്തു. കൊക്കയാർ കൃഷിഭവന്റെ സഹകരണത്തോടുകൂടിയാണ് സുചിത്ര, ചിന്തു, ദിവ്യ എന്നിവർ ചേർന്ന ബന്ദിപ്പൂ കൃഷി നടത്തിയത്. ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് വാർഡംഗം പ്രിയാമോഹന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് നിർവഹിച്ചു. ബോയ്സ് വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൊക്കയാർ കൃഷിഭവനെ സമീപിക്കുകയും അവർ കൃഷിഭവനിൽ നിന്നും തൈ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഫലം കൊടുത്തതോടൊപ്പം നമ്മുടെ ചിന്തു, ദിവ്യ, സുചിത്ര ഇവർ 3 പേര് കൂടിയാണ് ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ കാട് പിടിച്ചു കിടന്ന സ്ഥലമാണ്. അവർ ഒറ്റയ്ക്ക് അത് അവരുടെ കൈകൾ കൊണ്ട് അരുവായും തൂമ്പയും ഉപയോഗിച്ചുകൊണ്ട് അത് വൃത്തിയാക്കി തന്നെത്താൻ തടവെടുത്തുകൊണ്ടാണ് തൈ നട്ടത്. അതിൻ്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ചെയ്തൊരു സംരംഭം ഇത്രയും വിജയപ്രദമാക്കാൻ സാധിച്ചത് അവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. അവരെത്ര നമ്മൾ പറഞ്ഞാലും ആരുടെ സഹായമില്ലാതെ തന്നെയാണ് അവരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഓണം അടുത്ത് വരികയാണ്. പൂവിനൊക്കെ നല്ല വിലയേറിയ സമയം കൂടിയാണ്. ആ സമയത്ത് കൊക്കയാർ പഞ്ചായത്തിൻ്റെ ഓണാഘോഷത്തിനായിട്ട് ഇവരോട് ഈ പൂ നമ്മൾ മേടിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യ ഉദ്ഘാടനം നമ്മളിന്നിവിടെ നടത്തുന്നത്. അതിനിവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത് കെ ശശി, പഞ്ചായത്ത് അംഗങ്ങളായ അൻസൽന സക്കീർ, സൊണലത അപ്പുക്കുട്ടൻ, പി വി വിശ്വനാഥൻ, CDS ചെയർപേഴ്സൺ ഐസിമോൾ ബിബിൻ, കൃഷി അസിസ്റ്റന്റുമാരായ ജോൺസൺ കുരുവിള, ഷീബ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.